വ്യാജ തിരിച്ചറിയൽ കാർഡുമായി പോലീസുകാരൻ വോട്ടു ചെയ്യാനെത്തിയതായാണ് ഇടുക്കിയിൽ നിന്നുയരുന്ന പരാതി. കാർഡിലും കൗണ്ടർ ഫോയിലും തീയതി വ്യത്യാസം വന്നതിനെ തുടർന്ന് UDF അനുകൂല പാനലിലുള്ളവർ ചാലഞ്ച് ചെയ്യുകയായിരുന്നു. ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ടുണ്ട്. ജെയിൻ, ഈ പോലീസിലും വ്യാജ ID കാർഡ് കളിക്കുകയാണോ? എന്താണ് ഇടുക്കിയിൽ വരുന്ന പരാതി? എങ്ങനെയാ? അങ്ങനെയാണ് പ്രതിപക്ഷ അനുകൂല സംഘടനയുടെ പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഈ കൗണ്ടർ ഫോയിലും കാർഡിലുമുള്ള തീയതികൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് പരാതിക്ക് ഇടയാക്കിയിട്ടുള്ളത്. ഈ ID കാർഡുകൾ എറണാകുളത്ത് ഈ അസോസിയേഷന്റെ ആസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആസ്ഥാനത്ത് നിന്ന് വാങ്ങണം എന്നുള്ളതായിരുന്നു നിബന്ധന. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പലരും നേരിട്ട് പോയി കാർഡ് കൈപ്പറ്റാതെ അത് പല സ്ഥലത്തും പല ആളുകൾക്കും എത്തിച്ചു നൽകി എന്നതടക്കമുള്ള പരാതികളാണ് ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇടുക്കിയിലെ ഒരു പരാതി, ഒരാൾക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അഭിലാഷ് എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ഇത് വ്യാജ തിരിച്ചറിയൽ കാർഡാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ ഈ ഭരണാനുകൂല സംഘടനയുടെ വിശദീകരണം ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമാണ് എന്നുള്ളതാണ്. 60,000 അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ ഒരാൾക്കെതിരെ മാത്രമാണ് ഈ ആക്ഷേപവും പരാതിയും ഉയർന്നിരിക്കുന്നത്. ഒരു ക്ലറിക്കൽ സ്റ്റാഫിന് വന്ന ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമാണ് ഇതെന്നുള്ള ഒരു വിശദീകരണമാണ് അസോസിയേഷന്റെ സംസ്ഥാന നേതൃത്വം നൽകുന്നത്. ശരി, ജയിലാണ് വിവരങ്ങൾ നൽകുന്നത്. തൃശ്ശൂരിലും ഇടുക്കിയിലും വ്യാജ ID കാർഡ് പരാതി പോലീസ് സഹകരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. പ്രതിപക്ഷ സംഘടനകളാണ്, പ്രതിപക്ഷത്തുള്ള ആളുകളാണ് ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇടുക്കിയിൽ തീയതിയിൽ വ്യത്യാസമുണ്ട്, വോട്ട് ചെയ്യാൻ ID കാർഡിന് തീയതിയിൽ വ്യത്യാസമുണ്ടെന്നുള്ളതാണ് ഇവര് പറയുന്ന കാര്യം. UDF അനുകൂലികൾ പരാതി നൽകിയിട്ടുണ്ട്. കേസെടുക്കണമെന്നതാണ് ഉന്നയിക്കുന്ന ആവശ്യം. കൃത്യമായി പരിശോധിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതാണ് വേറെ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന നിലപാട് എടുക്കരുത് എന്ന് മാത്രം സൂചിപ്പിക്കാറുള്ളൂ. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, മാത്രം സൂചിപ്പിക്കാറുള്ളൂ. അല്ലെങ്കിൽ പറയട്ടെ, ഒരാൾ പറയട്ടെ, ഓരോരോ പറയട്ടെ.